പാർലമെന്റിലടക്കം ഭരണഘടന ചർച്ച വരുമ്പോൾ രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് RSS അംബേദ്കർക്ക് എതിരായിരുന്നു എന്ന തരത്തിലാണ്. എന്നാൽ യഥാർത്ഥ ചരിത്രത്തിൽ RSS ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങളോട് ഹൃദയത്തിൽ വാത്സല്യവും ബഹുമാനവും കൊണ്ടു നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഭരണഘടനാ ശില്പി അംബേദ്കർ. ആ ചരിത്രം വ്യക്തമാക്കുകയാണ് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക് ജെ നന്ദകുമാർ. സംസ്ഥാന സർക്കാരുകൾക്കും ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തത് ഭരണഘടനയെ മാധ്യമമാക്കിക്കൊണ്ട് തന്നെയാണ്. അങ്ങനെ പുതിയ തലങ്ങളിലേക്ക് പുതിയ മാനങ്ങളിലേക്ക് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ ഉയർത്തിക്കൊണ്ടുപോകുന്നതിൽ വളർത്തിക്കൊണ്ടുപോകുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ച ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന വൈചാരിക ആഖ്യാനങ്ങളിൽ പലപ്പോഴും തെറ്റുകളെ ഉയർത്തി കാണിക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. അത്തരമൊരു ചരിത്രപരമായ വലിയൊരു പിഴവാണ് ബാബാ സാഹേബ് അംബേദ്കർ ഭാരതത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക്, വിശേഷിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനെതിരായിരുന്നു എന്ന പ്രഖ്യാപനം. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അനേകം മുഹൂർത്തങ്ങളെ കണ്ടെത്താൻ സാധിക്കും. ആ മുഹൂർത്തങ്ങളിലൊക്കെയും അദ്ദേഹം ഭാരതത്തിൻ്റെ സ്വത്വത്തോടൊപ്പം തനിമയോടൊപ്പം ഉറച്ച് നിന്നതിൻ്റെ ഉദാഹരണങ്ങൾ. ആ സ്വത്വ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിച്ച രാഷ്ട്രീയ സ്വയംസേവക സംഘം പോലുള്ള ദേശീയ പ്രസ്ഥാനങ്ങളെ അദ്ദേഹം എത്ര കണ്ട് വാത്സല്യത്തോടെ, സ്നേഹത്തോടെ, ഒട്ടൊക്കെ പല സന്ദർഭങ്ങളിലും ആദരവോടുകൂടി പെരുമാറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബാബാ സാഹേബ് അംബേദ്കർ സ്വയം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ തന്നെ 2 തവണ നേരിട്ട് സംഘശാഖയിൽ വന്നിട്ടുണ്ട്. 1939 നാസിക് ശാഖയിൽ പങ്കെടുത്തു. ശാഖയിൽ അദ്ദേഹം സംഘത്തിൻ്റെ സംഘടനാപരമായ പ്രവർത്തനത്തെക്കുറിച്ച്, ആ പ്രവർത്തനത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച്, ദേശീയ ഉയർത്തെഴുന്നേൽപ്പിൽ ജാതിരഹിതമായൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിൽ സംഘം വഹിക്കുന്ന പങ്കിനെക്കുറിച്ചൊക്കെ സംസാരിച്ചതും നമുക്ക് ചരിത്രം വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതേപോലെയാണ് അദ്ദേഹം ഷോലാപൂരിലെ സംഘശാഖയിൽ പങ്കെടുത്തത്. ഇതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 1948 തെറ്റായൊരു ആരോപണം അടിച്ചേൽപ്പിച്ച് സംഘത്തെ നിരോധിക്കാനും ചവിട്ടിയറയ്ക്കാനും നെഹ്റു സർക്കാർ പരിശ്രമിച്ചപ്പോൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് മഹാത്മാഗാന്ധി വധം എന്ന തെറ്റായ ആരോപണം, ഗാന്ധിക്ക് എതിരായിരുന്നു രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നും മറ്റുമുള്ള പ്രചരണം നടത്തിക്കൊണ്ട് നെഹ്റു തൻ്റെ രാഷ്ട്രീയ ദുഷ്ടലാക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സംഘത്തെ പ്രതിയാക്കാൻ ശ്രമിച്ചു. ആ സന്ദർഭത്തിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേന്ദ്ര നിയമകാര്യ മന്ത്രിയായിരുന്ന ഭീംറാവ് റാംജി അംബേദ്കർ, ബാബാ സാഹേബ് അംബേദ്കർ ആ സന്ദർഭത്തിൽ സത്യത്തിൻ്റെ ഉറച്ചു നിൽക്കുകയും സംഘത്തിൻ്റെ മേലുള്ള നിരോധനത്തെ നീക്കം ചെയ്യുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതുമൊരു സുപ്രധാനമായ ചരിത്രത്തിലെ മുഹൂർത്തമാണ്. ഞാനിതിൻ്റെ കൂടുതൽ അംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം അത് ഒരുപക്ഷെ അത്തരമൊരു ചർച്ചയ്ക്ക് വിധേയമാക്കാൻ പറ്റിയ ഒന്നല്ല എന്നതുകൊണ്ട് തന്നെ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേന്ദ്ര ഭരണകൂടത്തിലെ അംഗം, ആ ക്യാബിനറ്റിൻ്റെ ഒരു വിഭാഗം ക്യാബിനറ്റ് അംഗങ്ങളുടെ തീരുമാനം, അല്ലെങ്കിൽ അവരുടെ മേലെ നെഹ്റു തൻ്റെ തീരുമാനം അടിച്ചേൽപ്പിച്ചു സംഘം എന്ന പ്രസ്ഥാനത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചപ്പോൾ നെഹ്റുവിന് തന്നെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന വിഷവൃക്ഷത്തെ ഭാരതത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് ഞാൻ വേരോടെ പിഴുതെറിയും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തെറ്റായ വിധത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമകാര്യം കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി എന്ന നിലയിൽ അംബേദ്കർ അതിനോടൊപ്പം നിന്നില്ല എന്ന വസ്തുതയിൽ നിന്ന് മനഃശാസ്ത്രപരമായി അദ്ദേഹം എങ്ങോട്ടാണ് ചാഞ്ഞു നിന്നിരുന്നത് എന്ന് മനസ്സിലാക്കാൻ അത് വളരെയേറെ ഉപകരിക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ കൂടി സഹായത്തോടെ, അനുഗ്രഹത്തോടെയാണ് സംഘത്തിൻ്റെ മേലുള്ള നിരോധനം നീക്കം ചെയ്യപ്പെട്ടത് എന്നതും നമുക്ക് ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വശം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബാബാ സാഹേബ് അംബേദ്കർ ജാതിപരമായ വിവേചനം വളരുന്നത് വിഷമിച്ചിട്ട് അദ്ദേഹം, ഞാൻ ഹിന്ദുവായി ഹിന്ദുമതത്തിൽ ജനിച്ചു, പക്ഷേ ഹിന്ദുമതത്തിൽ ഞാൻ എൻ്റെ ദേഹാവസാനം ഹിന്ദുമതത്തിലായിരിക്കില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ട്. വളരെ വേദനയോടുകൂടി പറഞ്ഞതാണ്.
പക്ഷേ എന്നിട്ടും അദ്ദേഹം 1.5 പതിറ്റാണ്ട് കാത്തിരുന്നു ഒരു ഔദ്യോഗികമായ ഔപചാരികമായ മതപരിവർത്തനത്തിന് വേണ്ടി. പക്ഷേ ആ മതപരിവർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അഭാരതീയമായ ഒരു വൈദേശികമായ മതത്തിലേക്ക് പോകാനല്ല അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹം മാറിയത് ഒരു ഭാരതീയ ധർമ്മം അല്ലെങ്കിൽ ഒരു ഇൻഡിക് റിലീജിയൻ എന്ന് പറയാവുന്ന ബൗദ്ധധർമ്മത്തിലേക്കാണ്. പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കാലഘട്ടത്തിൽ എപ്രകാരമാണോ ഒരു വിഭാഗം കപട മതേതരവാദികളായ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സംഘത്തിന് എതിരെ അംബേദ്കറെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് കള്ളപ്രചരണങ്ങൾ നടത്തുന്നത്, ഏതാണ്ട് അതേപോലെ തന്നെ ദ സോ കോൾഡ് അംബേദ്കറൈറ്റ്സ്, ഞങ്ങൾ അംബേദ്കർ വാദികളാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പ്രഖ്യാപിക്കുന്ന ചിലർ ആ മതപരിവർത്തനത്തിന് വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്ത മുഹൂർത്തത്തിൽ വൻതോതിലുള്ള പ്രചരണം നടത്തി. നാഗപ്പൂരിൽ വെച്ച് മതം മാറാൻ അംബേദ്കർ നിശ്ചയിച്ചിട്ടുള്ളത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കേന്ദ്ര ആണ്. നാഗപ്പൂരാണ് അതിൻ്റെ തലസ്ഥാനം. അവിടെ നിന്നാണ് സംഘം തുടങ്ങിയത്. അതുകൊണ്ട് ഹിന്ദുത്വവാദികളുടെ RSSൻ്റെ നെഞ്ചത്ത് ചവിട്ടി നിന്നുകൊണ്ട് വേണം ഹിന്ദുധർമ്മം ഉപേക്ഷിക്കാൻ. അതുകൊണ്ടാണ് അംബേദ്കർ നാഗപ്പൂർ തിരഞ്ഞെടുത്തതെന്നുള്ള പ്രചരണം ആ കാലത്ത് വളരെ കൂടുതൽ നടക്കുന്നുണ്ടായിരുന്നു. ഈ സന്ദർഭത്തിൽ ഞാൻ എല്ലാവരുടെയും ശ്രദ്ധ വിനയപൂർവ്വം ഒരു വസ്തുതയിലേക്ക് ക്ഷണിക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ദീക്ഷാഭൂമിയിലെ പ്രസംഗം. അതാണല്ലോ ഏറ്റവും ആധികാരികമായ വസ്തുത. ആ ദീക്ഷാഭൂമിയിലെ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ഈ വസ്തുതയ്ക്ക് അദ്ദേഹം അടിവരയിട്ടുകൊണ്ട് പ്രഖ്യാപിക്കുന്നു, ഒരു കാരണവശാലും ഞാൻ RSSൻ്റെ തലസ്ഥാനമാണ് നാഗപ്പൂർ എന്നതുകൊണ്ടല്ല ഈ മതപരിവർത്തനത്തിന് വേണ്ടി, ബുദ്ധധർമ്മ സ്വീകരണത്തിന് വേണ്ടി ഇവിടം തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്നത്. ചിലർ ഇത്തരമൊരു ദുഷ്പ്രചരണം നടത്തുന്നുണ്ട്. അത് ഒരു കാരണവശാലും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അംബേദ്കർ തൻ്റെ പ്രസംഗം നടത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത്, മനഃശാസ്ത്രപരമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ സംഘത്തോടൊരു വിരോധം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയത് മൗനം ആയിട്ട് നിൽക്കാമായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച്. ഈ ദുഷ്പ്രചരണത്തിന് അദ്ദേഹം ആ വേദിയിലൂടെ മറുപടി കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. മറുപടി കൊടുത്തതിലൂടെ, അതും അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം, സംഘത്തിനെതിരായിട്ടല്ല ഞാൻ ഈ മതപരിവർത്തനം നടത്തുന്നത്, അതിനാണ് എന്ന മട്ടിൽ നടത്തുന്ന പ്രചരണം അദ്ദേഹം ഉപയോഗിച്ച ഹിന്ദി വാക്ക് കത്തൈ ഝൂട്ട് ഹേ എന്നാണ്. പരിപൂർണമായും തെറ്റാണ് എന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, സൈക്കോളജിക്കലി മനഃശാസ്ത്രപരമായ വിശകലനം നടത്തിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അംബേദ്കർജിയുടെ മനസ്സിൻ്റെ കോണിൽ സംഘത്തോടുണ്ടായിരുന്ന ഒരു സ്നേഹവും വാത്സല്യവും. സംഘത്തോടൊപ്പമായിരുന്നു അംബേദ്കറിൻ്റെ മനസ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീര സവർക്കറുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, ഡോക്ടർ ഹെഡ്ഗേവാറിനോടും ഗുരുജി ഗോൾവൽക്കറിനോടും ഒക്കെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അടുപ്പവും സ്നേഹവും ആദരവുമൊക്കെ. ദത്തോപൻ ഠേങ്ക്ഡിജി, ഭാരതീയ മസ്ദൂർ സംഘത്തിൻ്റെ സ്ഥാപകനായ ദത്തോപൻ ഠേങ്ക്ഡിജി ആ കാലഘട്ടത്തിൽ അംബേദ്കറുടെ തെരഞ്ഞെടുപ്പിൽ, ഏത് തെരഞ്ഞെടുപ്പിലാണോ കോൺഗ്രസ് വളരെയധികം ചതി ഉപയോഗിച്ച് അംബേദ്കറെ ഒറ്റപ്പെടുത്തി പരാജയപ്പെടുത്തിയത്, അന്ന് അംബേദ്കറോടൊപ്പം നിലകൊണ്ടത് സംഘപ്രസ്ഥാനമായിരുന്നു. സംഘത്തിൻ്റെ അഖില ഭാരതീയമായ തീരുമാനപ്രകാരം ദത്തോപൻ ഠേങ്ക്ഡിജി അതിൻ്റെ ചുമതല മുഴുവൻ നോക്കിയിരുന്നു. അന്ന് നടന്നൊരു ചർച്ചയിൽ ഠേങ്ക്ഡിജിയോട് തന്നെ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, അത് ഠേങ്ക്ഡിജി എഴുതിയ അംബേദ്കറുടെ ജീവചരിത്രത്തിൽ കാണാം, എങ്ങനെയാണ് ഭാരതത്തിലെ ഒരു വിഭാഗം ഹിന്ദുക്കളെ കമ്മ്യൂണിസത്തിലേക്ക് മാറിപ്പോകാതിരിക്കാൻ ഗുരുജി ഗോൾവൽക്കർ, പ്രൊഫസർ ഗോൾവൽക്കർ ഒരു വലിയ മതിലാകുന്നത്, അതേപോലെ പിന്നാക്ക ജാതി വിഭാഗങ്ങൾ കമ്മ്യൂണിസത്തിലേക്ക് വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഉയർത്തപ്പെട്ടൊരു മതിലാണ് ഞാൻ അംബേദ്കർ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പം ഈ വസ്തുതകളിൽ നിന്നെല്ലാം ഒരു കാര്യം വെളിവാവുകയാണ്, സംഘത്തോടൊപ്പം, ഭാരതത്തിൻ്റെ തനിമയോടൊപ്പം, ഭാരതത്തിൻ്റെ സനാതന ധർമ്മത്തോടൊപ്പം, ഭാരതത്തിൻ്റെ ഇൻഡ്യൂബിറ്റബിൾ കൾച്ചറൽ യൂണിറ്റിയോടൊപ്പമായിരുന്നു ബാബാ സാഹേബ് അംബേദ്കർ. നന്ദകുമാറാണ് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നിരവധി പ്രേക്ഷകരും ദിനേശ് കൊടുമുണ്ട അടക്കമുള്ള പ്രേക്ഷകർ പറയുന്നു, നന്ദകുമാറിൻ്റെ പ്രഭാഷണം വളരെ നന്നായി. അത് നിരവധി തെറ്റിദ്ധാരണകൾ, നിരവധി തെറ്റായ വാർത്തകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ. അംബേദ്കറിനെതിരായിരുന്നു RSS അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് എന്നും അംബേദ്കർ എതിരിട്ടു നിന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ കൃത്യമായി അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നന്ദകുമാർ പറയുന്നു, 2 തവണയാണ് ഭീംറാവു അംബേദ്കർ
സംഘശാഖ സന്ദർശിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് RSSൻ്റെ അന്നത്തെ പരമോന്നത നേതാക്കളുമായിട്ടുണ്ടായിരുന്ന ബന്ധം, അതേപോലെ തന്നെ താൻ ഹിന്ദുമതം മാറി ജൈനമതത്തിലേക്ക് മാറിയത് ഒരിക്കലും RSSനെ എതിർത്തുകൊണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞതിൻ്റെ രേഖകളടക്കമാണ് നന്ദകുമാർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞത്.